ഈ കുത്തൊഴുക്കാണ് പുഴയിൽ. ആ പുഴയിൽ ഈ ലോറി ഇനി വീണ്ടും അത് താഴേക്ക് ഒഴുകിപ്പോകാനുള്ള സാധ്യത ഈ ഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് അതിനെ ഒന്ന് ലോക്ക് ചെയ്ത് അവിടെ ആ ഭാഗത്ത് തന്നെ ഉറപ്പിച്ച് നിർത്താൻ നാവികസേന ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ആദ്യം അതിനെ അവിടെ ആ കുത്തൊഴുക്കിൽ പെട്ട് അത് വീണ്ടും അവിടെ നിന്ന് മൂവ് ചെയ്ത് പോകാതെ പിടിച്ചു നിർത്തേണ്ടതുണ്ട്. അതും ചെറുതല്ലാത്ത ഒരു ജോലിയാണ്. കാരണം ഈ പുഴയിൽ ജലം ഉയർന്നാൽ വലിയ മലവെള്ളപ്പാച്ചിലോ മറ്റോ ഉണ്ടായാൽ ഈ വാഹനം വീണ്ടും മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് വീണ്ടും നമ്മളുടെ ആകെയുള്ള ദൗത്യത്തെ വെള്ളത്തിലാക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുന്നുണ്ട്. അതിനെ ലോക്ക് ചെയ്ത് അവിടെ നിർത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും അത് കരയിലേക്ക് ഉയർത്താനുള്ള അടുത്ത ഘട്ടം എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന വിവരം. അതുകൊണ്ട് ഈ വാഹനത്തെ അവിടെ ലോക്ക് ചെയ്ത് നിർത്തുക എന്ന വളരെ ശ്രമകരമായ ദൗത്യത്തിലേക്ക് നാവികസേന മറ്റൊരു തരത്തിൽ കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷിരൂരിൽ നിന്നുള്ള മറ്റു ചില റിപ്പോർട്ടുകൾ അങ്ങനെ വ്യക്തമാകുന്നു. ഇതുവരെയുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചുരുക്കി നമുക്കിങ്ങനെ പറയാം. ഇന്ന് ഉച്ചയോടുകൂടി വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്ന തെരച്ചിൽ, ആ തെരച്ചിൽ പുഴയുടെ ഭാഗത്ത് സൈഡിൽ തന്നെയായിരുന്നു കേന്ദ്രീകരിച്ചത്. ഏതാണ്ട് തുടർച്ചയായി 2-3 മണിക്കൂർ അവിടെ തെരച്ചിൽ നടത്തുകയായിരുന്നു. അതിനിടയിലാണ് അവിടെ നിന്ന് പ്രധാനപ്പെട്ട സൂചനകൾ കിട്ടിയെന്ന വിവരം പുറത്തു വന്നത്. ആദ്യം ഒരു അഭ്യൂഹം എന്ന നിലയിൽ തന്നെയാണ് അത് പ്രചരിച്ചത്. പിന്നീടാണ് ഏതാണ്ട് 3:30 കർണാടക റവന്യൂ മന്ത്രിയുടെ ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് വന്നത്. ഒരു ട്രക്ക് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്, അത് പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അതൊരു ട്രക്ക് തന്നെയാണ് എന്ന് അറിഞ്ഞു. തൊട്ടു പിന്നാലെ നാവികസേന അവരുടെ സോണാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൻ്റെ ഇമേജുകൾ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ പുറത്തുവിട്ടിരിക്കുന്നു. അതിലെ മോസ്റ്റ് പ്രോബബിൾ എന്ന് പറയുന്ന ഭാഗത്ത് ഏതാണ്ട് 90% ഉറപ്പോടെ ഒരു ട്രക്കുണ്ട് എന്ന് ഉറപ്പിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ പിന്നീട് വളരെ വേഗത്തിൽ നീക്കങ്ങൾ നടക്കുകയായിരുന്നു. പോലീസ് ഔദ്യോഗികമായത് അർജുൻ്റെ ട്രക്ക് തന്നെ എന്ന് സ്ഥിരീകരിക്കുന്നു. ജില്ലാ പോലീസ് മേധാവി അത് സർക്കാരിനെ അറിയിക്കുന്നു. ലോക്കൽ പോലീസിൻ്റെ വലിയ സംഘം അവിടേക്ക് എത്തുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർ, ജനപ്രതിനിധികൾ, നാവികസേന വിഭാഗത്തിലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഉന്നത ഉദ്യോഗസ്ഥർ, കരസേനയുടെ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായവരൊക്കെ അവിടെ യോഗം ചേരുന്നു. ഈ ലോറിയുടെ സമീപത്തേക്ക്, ട്രക്കിൻ്റെ സമീപത്തേക്ക് എത്താനുള്ള നാവികസേനയുടെ നീക്കങ്ങൾ അത് 2-3 തവണയായി 18 അംഗ സംഘം അവിടേക്ക് എത്തി ഡൈവ് ചെയ്ത് വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ തുടർച്ചയായി ഇടവിട്ട് പെരുമഴ, പേമാരി കണക്കെ അവിടെ കോരിച്ചൊരിയുന്ന മഴ, കനത്ത കാറ്റ് ഉണ്ടാകുന്നു. പുഴയിൽ അടിയൊഴുക്ക് അതിശക്തമാകുന്നു. അവിടെ നിൽക്കാൻ കഴിയാത്ത തരത്തിൽ രക്ഷാപ്രവർത്തകർക്ക് ഈ ചെറിയ ബോട്ടുകളിലൊക്കെ അവിടെ ചെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമാകുന്നു. ഇതോടെ കരയിലേക്ക് കയറുകയായിരുന്നു ദൗത്യ സംഘം. നമ്മൾ ലക്ഷ്യസ്ഥാനത്തിന് തൊട്ടടുത്തെത്തി, പക്ഷേ നമ്മളുടെ കരം നീട്ടാൻ നമുക്ക് കഴിയാത്ത തരത്തിൽ കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കുന്നു. അതാണ് ഇതുവരെ ഈ മണിക്കൂറുകളിൽ ഉണ്ടായതിൻ്റെ ചുരുക്കം. ഇനി ഈ ലോറി അവിടെ നിന്ന് ഒഴുകിപ്പോകാതെ നോക്കണം. കാരണം പുഴയിൽ നീരൊഴുക്ക് ശക്തമാണ്, അടിയൊഴുക്ക് കൂടുന്നുണ്ട്. മഴ അവിടെ ശമിച്ചെങ്കിലും ഒഴുക്ക് ശക്തമാണ്. അതുകൊണ്ട് ഇതിനെ ലോക്ക് ചെയ്ത് അവിടെ നിർത്തണം. ആ ലോക്ക് ചെയ്ത് നിർത്താനുള്ള ശ്രമമാണ് നാവികസേന അവിടെ നടത്തുന്നത്. അതിനുശേഷമായിരിക്കും ഈ ലോറി ഈ ട്രക്കിനെ കരയിലേക്ക് കൊണ്ടുവരുന്നത്. ട്രക്കിനെ കരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ ക്രെയിനുകളും മറ്റും അവിടെ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ സഹായത്തോടെ കരയിലേക്ക് കയറ്റാനാണ് ശ്രമം നടക്കുന്നത്. ഇന്ന് രാത്രിയിലും ഈ ദൗത്യം തുടരുമെന്നാണ് കാർവാർ MLA അറിയിച്ച. അദ്ദേഹം അടക്കമുള്ളവർ അവിടെ ഉണ്ട്. ഒരുപക്ഷെ അധിക സമയം കഴിയുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് ഇതുവരെയുള്ള വിവരങ്ങളിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത് അദ്ദേഹം അറിയിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ലോറി ഇപ്പോൾ കരയ്ക്കും മൺകൂനയ്ക്കും ഇടയിലാണ്. കാലാവസ്ഥ അനുകൂലമായാൽ നാവികസംഘം ഇന്ന് തന്നെ പുഴയിലേക്ക് ഇറങ്ങും എന്ന വിവരം കൂടി വരുന്നുണ്ട്. കുത്തൊഴുക്കാണ് പുഴയിൽ. അതുകൊണ്ട് ലോറിയുടെ സ്ഥാനം ഇനി അത് മൂവ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ കൂടി, അതിന് വേണ്ടുന്ന നടപടികളിലേക്ക് കൂടി ഇപ്പോൾ നാവികസേനയും അവിടുത്തെ തെരച്ചിലിന് നേതൃത്വം നൽകുന്ന സംഘവും കടന്നിട്ടുണ്ട്. ആ തെരച്ചിലിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നാവികസേനയുടെ സംഘം നേരത്തെ അവിടെ എത്തിയിരുന്നു. ആ ഭാഗത്ത് അവർ പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ലോറിയുടെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടെത്തി എന്നതാണ് ഏറ്റവും നിർണായകമാകുന്നത്. കരയ്ക്കും മൺകൂനയ്ക്കും ഇടയിൽ ഏതാണ്ട് ചെളി നിറഞ്ഞ ഒരു പ്രദേശമുണ്ട്. അവിടെ അതിന് അടിത്തട്ടിൽ ഏതാണ്ട് ആഴത്തിൽ ഉറച്ച് അല്ലെങ്കിൽ അതിൽ അമർന്ന് കിടക്കുന്ന അവസ്ഥയിലാണ് ആ ട്രക്കുള്ളത്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ പുഴയിലെ കുത്തൊഴുക്ക് കൂടി വരികയാണെങ്കിൽ ആ ചെളിയിൽ നിന്ന്, ആ മൺകൂമ്പാരത്തിൽ നിന്നത് നീങ്ങിപ്പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. അങ്ങനെ നീങ്ങിപ്പോകുന്ന ഒഴിവാക്കാൻ ആ ലോറി അവിടെ ലോക്ക് ചെയ്ത് പിടിച്ചിടേണ്ടതുണ്ട്. നാവികസേന ആദ്യം ശ്രമിക്കുന്നത് അതിനാണ്. അത് അവിടെ
അവിടെ തന്നെ ഉറപ്പിച്ചു നിർത്താനാണ്. അതിനുശേഷമായിരിക്കും കരയിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് കടക്കാൻ പോകുന്നത്. ഇപ്പോഴും കനത്ത മഴയിൽ ആ തെരച്ചിൽ സംഘം താൽക്കാലികമായി കരയിലേക്ക് മാറി നിൽക്കുകയാണ്. നാവികസേനാ സംഘം കരയിലേക്ക് മാറി നിൽക്കുകയാണ്. അവർക്ക് പുഴയിൽ ഇറങ്ങാനുള്ള പെർമിഷൻ എപ്പോഴാണോ കിട്ടുന്നത് അത് ഇന്ന് തന്നെ അവർ പുഴയിലേക്ക് ഇറങ്ങി അനുകൂലമായ കാലാവസ്ഥയുണ്ടായാൽ നാവികസംഘം ഉടൻ പുഴയിലേക്ക് ഇറങ്ങും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്കറിയാൻ കഴിയുന്നത്. ഇതുവരെ വന്ന വിവരങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ചുരുക്കി പറഞ്ഞത്. ആ തെരച്ചിലിൻ്റെ തത്സമയ വിവരങ്ങൾ, നാവികസേനയുടെ കണ്ടെത്തൽ, അതിൻ്റെ ഇമേജ്, എക്സാക്ട് എന്താ വെച്ചാൽ കോർ ഏരിയ, ആ ദൗത്യ മേഖലയുടെ കോർ ഏരിയ അതാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ആ യന്ത്രക്കൈകൾ മണ്ണ് മാറ്റിയുള്ള തെരച്ചിൽ തുടരുന്നത്. ആ ജോലി അവിശ്രമം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് അവിടെ നിന്നുള്ള കൂടുതൽ മണ്ണ് നീക്കുന്നതിനനുസരിച്ച് വേറെ ഭാഗത്തു നിന്ന് മണ്ണ് അവിടേക്ക് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടിയാണ് ആ ജോലി അവിടെ പുരോഗമിക്കുന്നത്. അത് ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിയാൽ എന്ന് വെച്ചാൽ കാലാവസ്ഥ അനുകൂലമായാൽ അവിടേക്ക് നാവികസേനാംഗങ്ങൾക്ക് എത്താൻ കഴിയും. അല്പസമയത്തിനകം ഷഫീദ് റാവുത്തർ കൂടി ഈ രക്ഷാദൗത്യ മേഖലയ്ക്ക് തൊട്ടടുത്തു എന്നുള്ള വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരും. ഹാഷ്മി താജ് ഇബ്രാഹിമും അരുൺ പൂപ്പറമ്പയും തുടരുന്നുണ്ട് ആ ദൗത്യമേഖലയുടെ സമീപത്തു നിന്ന്. ഹാഷ്മിക്കും അരുണിനും ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, അല്പസമയത്തിൽ നമുക്ക് മഞ്ചേശ്വരം MLA AK മഷ്റഫിന്റെ ബൈറ്റ് പ്ലേ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. MLA പറയുകയാണ്, നേവി സ്ഥിരീകരിക്കുന്നു ഇക്കാര്യം. നേവി ഈ ലോറി കണ്ട കാര്യം നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലെ ഏറ്റവും പ്രധാനം ഈ ലോറി ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ലോക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനം നാവിക ഡൈവർ സംഘത്തിന് അതിനുള്ളിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ലോക്ക് ചെയ്യുന്നത് ഈ ലോറി ഒഴുകി പോവാതിരിക്കാൻ മാത്രമല്ല വിജയകുമാർ, ഈ ദൗത്യത്തിന് അടുത്ത് മുന്നോട്ടുള്ള എല്ലാ ഘട്ടത്തിൽ ലോറി ഉയർത്തുക എന്നതിന് ആദ്യ പടിയായി തന്നെ ലോറി ലോക്ക് ചെയ്ത് ഇതിന് 4 വശവും കെട്ടുക എന്നുള്ളതാണ്. അതിന് ലോറി ലിഫ്റ്റ് ചെയ്യുക എന്നതിന് തന്നെയാണ് അതാണ് അതിന്റെ ഇനി മുന്നോട്ടുള്ള ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത സ്റ്റെപ്പ്. അതിലേക്ക് കടക്കണമെങ്കിൽ നേവി ഡൈവർ സംഘത്തിനകത്തേക്ക് കടക്കണം. AK മഷ്റഫ് MLA അടക്കമുള്ളവർ, കാർവാർ MLA അടക്കമുള്ളവർ ഡിങ്കി ബോട്ടിൽ ആ മേഖലയിലേക്ക് പോയിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് ഇവർക്ക് ആർക്കും ഇറങ്ങാൻ കഴിഞ്ഞില്ല. അത് കാലാവസ്ഥ വല്ലാതെ മോശമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. 9ാം നാൾ ഏറ്റവും വലിയ പ്രത്യാശാഭരിതമായ ഒരു വാർത്ത കിട്ടിയിട്ട്, ഏറ്റവും വലിയ നമ്മൾ കാത്തിരുന്ന ആ വാർത്തയുടെ സൂചനകൾ കിട്ടിയിട്ട് നമുക്ക് ആ ലോറി ഉയർത്താൻ കഴിയുന്നില്ല. ഒരു കാര്യം ഉറപ്പിക്കാം, നേവി സംഘം AK മഷ്റഫ് MLAയോട് കൃത്യമായി തന്നെ ഇത് ലോറിയാണ്, അത് ഉയർത്താനുള്ള ശ്രമങ്ങളിലാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബൈറ്റ് അല്പസമയത്ത് നമുക്ക് കേൾപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. MLA അടക്കമുള്ള ഇതിനകത്താണ്. അതിനുള്ളിൽ നിന്ന് അരുൺ പൂപ്പറമ്പയ്ക്ക് കൊടുത്ത ദൃശ്യങ്ങൾ കൊടുത്തൊരു ബൈറ്റാണ് ആ ബൈറ്റ്. എന്തായാലും ഈ നദിയുടെ ഒഴുക്ക്, മറ്റ് തടസ്സങ്ങൾ ഒക്കെ മനസ്സിലാക്കാൻ ഇപ്പോൾ സേനയുള്ളത്. റിസ്ക് അനാലിസിസ് എന്ന 1ാം ഘട്ടം ഇതിനോടകം പൂർത്തിയാകുന്നു. ഈ വണ്ടി ഉയർത്താൻ ഏതൊക്കെ തരത്തിലുള്ള റിസ്ക്, ഏതൊക്കെ മേഖലകളുണ്ട് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ, ചില അനാലിസിലൊക്കെ അകത്ത് നടക്കുന്നുണ്ട്. ആ സമാന്തര ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ വിജയകുമാർ, ഇതിലേറ്റവും പ്രധാനം നേവിയുടെ ഈ ഡൈവർ സംഘത്തിന് ഇതിലേക്ക് ജമ്പ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് ചില പ്രാദേശിക ഉദ്യോഗസ്ഥർ, ചില പരിസ്ഥിതി ഏജൻസികൾ, ചില പ്രത്യേക എന്ന് പറഞ്ഞാൽ ഇവിടെ മുക്കത്തു നിന്നൊക്കെയുള്ള പ്രത്യേക ഡൈവിംഗ് ടീമുകൾ ഇവിടെ ഉണ്ട്. അവരുടെയൊക്കെ സഹായം വേണ്ടതുണ്ടോ എന്ന ആലോചനയൊക്കെ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും ആ ഡൈവിംഗ് ടീമുകൾ നമ്മുടെ കേരളത്തിലുള്ള പുഴകളിലൊക്കെ വളരെ ആഴത്തിൽ ഡൈവ് ചെയ്ത് നല്ല പരിചയസമ്പന്നരായ കുറേയധികം ആളുകൾ ഇവിടെയൊക്കെ സന്നദ്ധ സേവനത്തിന് എത്തിയിട്ടുണ്ട്.